ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 8ാമത്തെ ചാപ്റ്ററാണ്. 8ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ 118 പേജ് നമ്പർ 118 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് 119ാമത്തെ പേജിലെ 3ാമത്തെ ചോദ്യം, 1ാമത്തെ ചോദ്യം 2ാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി 3ാമത്തെ ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 3ാമത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ നമ്പേഴ്സ് ഫ്രം 1 to 25. 1 മുതൽ 25 വരെയുള്ള നമ്പർ എടുക്കുക. വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 2 ബട്ട് നോട്ട് ബൈ 4? അതിൽ ഏതൊക്കെ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല? അതേതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം. ഏതൊക്കെയാണ്? 2 എഴുതാം, 4 എഴുതാം, പിന്നെ 6 എഴുതാം, പിന്നെ 8 എഴുതാം, 10 എഴുതാം, 12 എഴുതാം, 14 എഴുതാം, 16, 18, 20, 22, 24. ഇത്രയും 2 കൊണ്ട് ഡിവൈസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സാണ്. ഇനി 4ൻ്റെ ഏതൊക്കെയാണ്? 4, 8, 12, 16, 20, 24. നമ്മുടെ ചോദ്യം എന്താണ്? നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4, നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 4. നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 4 അതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഡിവൈഡ് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പക്ഷെങ്കിൽ മൾട്ടിപ്പിൾസ് അല്ലാത്തത് ഏതാണ്? നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4, നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 4 ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ 4 കട്ട് ചെയ്തു, അതേപോലെ 8 കട്ട് ചെയ്തു, 12 കട്ട് ചെയ്തു, പിന്നെ 16 കട്ട് ചെയ്തു, നെക്സ്റ്റ് 20 കട്ട് ചെയ്തു, ഓക്കെ, പിന്നെ 24 ഇതും കട്ട് ചെയ്തു. ഇനി ഇവിടെ ഉള്ളത് ഏതൊക്കെയാണ്? നമുക്ക് എഴുതാം. 2 ഉണ്ട്, അതേപോലെ 6 ഉണ്ട്, പിന്നെ 10 ഉണ്ട്, 14 ഉണ്ട്, 18 ഉണ്ട്, ഓക്കെ, 22 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 6ഉം അതേ തന്നെ. അപ്പോൾ 2, 6, 10, 14, 18, 22. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 4 ബട്ട് നോട്ട് ബൈ 8? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷേ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? നമ്മളിപ്പോൾ 1 to 25 വരെയുള്ളതാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് 4ൻ്റെത് 4, 8, 12, പിന്നെ 16, 20, 24. ഇനി അതേപോലെ ഡിവിസിബിൾ ബൈ 8, 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് 8, 16, 24. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിവിസിബിൾ ബൈ 4, നോട്ട് ബൈ 8. അപ്പോൾ നമുക്ക് 8 ഇവിടെ കട്ട് ചെയ്യാം, പിന്നെ 16 ഇവിടെ കട്ട് ചെയ്യാം, നെക്സ്റ്റ് 24 ഇവിടെ കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഏതാണ്? 4, 12, 20. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4, 12, 20. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിവിസിബിൾ ബൈ 8, നോട്ട് ബൈ 16. അപ്പോൾ ഡിവിസിബിൾ ബൈ 8 1 to 25 ഉള്ളതിൽ 8, 16, 24. 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 8, 16, 24. അപ്പോൾ 16ൻ്റെ നമുക്ക് വരുന്നത് 16 മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ 1 to 25 വരെ ഉള്ളൂ, അതിൽ 16 മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ആൻസർ എന്താണ്? ഡിവിസിബിൾ ബൈ 8, നോട്ട് ബൈ 16 ഏതാണ്? അപ്പോൾ നമ്മളിവിടെ 16 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതാണ്? 8ഉം 24ഉം ആണ് നമ്മുടെ ആൻസർ. 8ഉം 24ഉം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 16? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏതാണ്? 16 മാത്രമേ ഉള്ളൂ അല്ലേ? 1 to 25 60 മാത്രമേ ഉള്ളൂ. 60 പോവുക, അപ്പോൾ 16 അതും ആൻസർ കഴിഞ്ഞു. ഡിവിസിബിൾ ബൈ 16. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം കുറച്ച് ലോങ് ആൻസറാണ്. അത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇതിൻ്റെ 1 to 15 ഇതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തിരുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 to 25 വരെ ഉള്ളത് വിത്തൗട്ട് റിമൈൻഡർ ഏതാണെന്ന് എഴുതാനാണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് 1 to 25 വിത്തൗട്ട് റിമൈൻഡർ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് എഴുതാം? 1 to 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതാം. അതായത് 1 എന്താണ്? പ്രൈം നമ്പറാണ്, അതുകൊണ്ട് 1ൻ്റെ 1 തന്നെയാണ്. 2ഉം പ്രൈം നമ്പറാണ്, 3ഉം പ്രൈം നമ്പറാണ്. അപ്പോൾ 1, 2, 3 എന്ന് എഴുതി. ഇനി 4ൻ്റെ വരുമ്പോൾ 2 into 2, 5 പിന്നെ പ്രൈം നമ്പറാണ്. 6 വരുമ്പോൾ 2 into 3,
7 പ്രൈം നമ്പറാണ്. 8 2 ഇൻറ്റു 2 ഇൻറ്റു 2. 9 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3. 10 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 5. 11 പ്രൈം നമ്പറാണ്. 12 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഇനി 13 പ്രൈം നമ്പറാണ്. 14 2 ഇൻറ്റു 7. 15 3 ഇൻറ്റു 5. 16 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 17 പ്രൈം നമ്പറാണ്. 18 2 ഇൻറ്റു 3 ഇൻറ്റു 3. 19 പ്രൈം നമ്പറാണ്. 20 2 ഇൻറ്റു 2 ഇൻറ്റു 5. ഇനി 21 3 ഇൻറ്റു 7 ആണ്. 22 2 ഇൻറ്റു 11 ആണ്. 23 എന്നാണ് പ്രൈം നമ്പറാണ്. 24 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഇനി 25 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹയസ്റ്റ് പവർ ഓഫ് 2 ആണ്. അപ്പോൾ നമുക്ക് 2ൻ്റെ പവർ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 റേസ് ടു 22. അപ്പോൾ ഹയസ്റ്റ് പവർ എത്രയാണ്? 2 റേസ് ടു 22 ആണ്. അപ്പം the highest power of 2 that divides the product of the numbers 1 to 25 without remainder is 2 raised to 22. Okay. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 5 വിച്ച് ഡിവൈഡ്സ് ദിസ് പ്രൊഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ. ഇനി 5ൻ്റെ ഹയസ്റ്റ് പവർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നോക്കുക. 5ൻ്റെത് നമുക്ക് ഇവിടെ നോക്കുക. 1 പിന്നെ 2 പിന്നെ വരുന്നത് 3 4 5 6. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നാലാമത്തെ ആൻസർ 5 റേസ് ടു 6 എന്ന് എഴുതാം. ഓക്കെ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹയസ്റ്റ് പവർ ഓഫ് 10 ഡിവൈഡിങ് ദിസ് പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ. അപ്പോൾ നമുക്ക് 10ൻ്റെ നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഹയസ്റ്റ് പവർ ഓഫ് 10 ഡിവൈഡിങ് ദിസ് പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ. അപ്പോൾ നമുക്ക് 10ൻ്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 5 ഉള്ളിടത്ത് എല്ലാ സ്ഥലത്തും എന്താണ് നമുക്ക് 10 ആക്കാമല്ലോ. 2 ഇൻറ്റു 5. അപ്പോൾ ഇതൊരു 10 ആണ്. ഇനി അടുത്ത ജോഡി നമുക്ക് 2 ഇൻറ്റു 5 ഇവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഇതാ 2 ഇൻറ്റു 5. ഓക്കെ. ഇത് നമ്മൾ ഒന്നായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണല്ലോ കിട്ടുക. ഇനി 2 ഇൻറ്റു 5 പിന്നെ 2 ഇൻറ്റു 5 2 ഇൻറ്റു 5. അതായത് നമ്മളിപ്പോൾ ആൻസർ എഴുതുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 3 അങ്ങനെ നമ്മൾ ഒന്നായിട്ട് എഴുതുമ്പം നമുക്കിങ്ങനെ 10ൻ്റെ ജോഡികളാക്കാമല്ലോ. അപ്പോൾ 2 ഇൻറ്റു 5 ഇവിടെ ഒരു ജോഡി ഉണ്ട്. ഇവിടെ അഗെയിൻ രണ്ടാമത്തെ ജോഡി. പിന്നെ 3 4 5 6. അപ്പോൾ നമുക്ക് എന്താ എഴുതാം ആൻസർ? നമ്മുടെ ആൻസർ 5 ഈസ് ടു 10 ഈസ് ടു 6. നമ്മൾ 6 ജോഡീനെ ഇപ്പം കണ്ടുപിടിച്ചു. അപ്പം 10 ഈസ് ടു 6. ഇനി അടുത്തത് അതിൽ തന്നെ മൂന്നാമത്തെ ചോദ്യം. ഹൗ മെനി സീറോസ് ഡസ് ദിസ് പ്രോഡക്റ്റ് എൻഡ് വിത്ത്? ഈ പ്രോഡക്റ്റ് എൻഡ് വിത്ത് സീറോസ്. ഹൗ മെനി സീറോസ് ഉണ്ട് എന്ന്. അപ്പം നമുക്കറിയാം 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടെൻസ് നോക്കിയാൽ നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ. 10 റേസ് ടു 6 ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇതൊരു ചോദ്യത്തിൽ നിന്ന് കണക്റ്റഡ് ഉള്ള ചോദ്യങ്ങളാണ് എല്ലാം. അതുകൊണ്ട് നമ്മൾ ഈ പ്രൈം ഫാക്ടറിയിൽ ഈ ഒരു സംഭവം നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ.